അങ്ങനെ പറഞ്ഞതില് ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് വെറും കോമഡി ആയിട്ട് തോന്നി, അതിനെ ഒന്ന് ട്രോളണമെന്ന് തോന്നി. എന്നിട്ട് നമ്മൾ എന്താക്കി, അതിനെ നല്ലോണം ട്രോളി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനെയാണോ ട്രോൾ ചെയ്ത് അതിനേക്കാളും മോശമായിരുന്നു അല്ലെങ്കിൽ വൾഗറായിരുന്നു നമ്മുടെ ട്രോൾ. സംഭവം കത്തിയോ? ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം, ഒരു വീഡിയോ കണ്ടോക്കാം. ഓക്കെ, ഒരു ഡാൻസ് ടീച്ചർ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. ചിലപ്പോൾ ആ ഡാൻസ് കളിക്കുന്നത് ആ ടീച്ചറുടെ സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ ആ ടീച്ചർ അവിടെ മാർക്ക് ഇടാൻ വേണ്ടി ഇരുന്നതാവാം. എന്ത് തന്നെയാലും ചിലർക്ക് ഈ ടീച്ചറുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നല്ല ക്രിഞ്ച് അടിക്കും. എന്തൊരു പട്ടി ഷോ ആണ് ഈ കാണിക്കുന്നതെന്ന് തോന്നും. ചിലർക്ക് അത് പ്രശ്നമായി തോന്നുകയില്ല. ഇതിപ്പോ ഡാൻസ് ടീച്ചർമാരുടെ ക്യൂട്ട്നെസ് പരിപാടി കുറച്ചു കാലമായിട്ട് കലോത്സവ വേദികളിലും കുട്ടികളുടെ മറ്റു പരിപാടികളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ടീച്ചർ കാണികൾക്കിടയിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഡാൻസ് കളിച്ചു കൊടുക്കുന്നതിന്റെയും എക്സ്പ്രഷൻ ഇടുന്നതിന്റെയും ഒക്കെ വീഡിയോസ് ഒരു സമയത്ത് നല്ല വൈറലായിരുന്നു. ആദ്യമൊക്കെ ഇത് നല്ല രസമായിരുന്നു, ടീച്ചർമാർക്ക് നല്ല സപ്പോർട്ടും കിട്ടിയിരുന്നു. പക്ഷെ പിന്നെ ഇതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയെ പോലെ ക്യാമറയ്ക്ക് വേണ്ടി ക്യൂട്ട്നെസ് വാരി വിതറുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയിൽ ടീച്ചർ എന്തൊക്കെയോ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരെന്താക്കും, ടീച്ചറെ ട്രോളും. അങ്ങനെ ഈ ടീച്ചറുടെ ഈ വീഡിയോയെ ട്രോളിക്കൊണ്ട് നമ്മുടെ മല്ലു റാപ്പേഴ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു വീഡിയോ ഇറക്കി. ടീച്ചറുടെ ക്യൂട്ട്നെസ് ഒക്കെ നമുക്ക് പിന്നെയും സഹിക്കാം. പക്ഷെ മല്ലു റാപ്പേഴ്സ് ടീച്ചറെ ട്രോളിക്കൊണ്ട് ഇറക്കിയ വീഡിയോ ഉണ്ടല്ലോ മക്കളെ, പെറ്റ തള്ള സഹിക്കൂല. ഞാൻ അന്നിവിടെ പ്ലേ ചെയ്യാം. No. അല്ല, മുകളിൽ ടീച്ചർ തലയാട്ടുന്ന വീഡിയോയില് ടീച്ചർ സൈഡിൽ ഇരിക്കുന്നത് മല്ലു റാപ്പേഴ്സ് തന്നെയല്ലേ? അതേപോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. എനിക്ക് തോന്നുന്നത് അത് അവര് തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും അതേ അവര് തന്നെ പരിപാടിക്ക് ശേഷം ടീച്ചറെ ട്രോളിക്കൊണ്ട് വീഡിയോ ഇറക്കിയിരിക്കുന്നു. കൊള്ളാം, കൂടെ ഇരുന്ന് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ട്രോളൊന്നും പറഞ്ഞ് എമ്മാതിരി വൾഗർ പരിപാടിയാണ് ഇവന്മാര് കാണിച്ചു വെച്ചേക്കുന്നത്. ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നത് കണ്ടില്ലേ? എന്തൊരു വൃത്തികെട്ട വേഷം കെട്ടലാണത്. അവന്റെ ഒരു ബ്ലൗസും പാവാടയും എന്തൊരു വെറുപ്പിക്കലാണ്. ബോറെന്ന് പറഞ്ഞാൽ ബോർ. ടീച്ചറെ ട്രോളാൻ പോയിട്ട് ഇവന്മാര് ട്രോൾ മെറ്റീരിയൽ ആയി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടീച്ചർ കുട്ടികളുടെ ഡാൻസ് കണ്ട് ആസ്വദിച്ച് മതി മറന്നതാണെന്നെങ്കിലും പറയാം. ഇവന്മാരുടെ ഈ കോപ്രായം കണ്ടാൽ എന്താ പറയാ? സത്യം പറയാലോ, എനിക്ക് കണ്ടപ്പോ ചെരുപ്പൂരി അടിക്കാനാണ് തോന്നിയത്. രണ്ട് പോറന്മാരിഷ്ടം. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന്മാരുടെ ഈ കോപ്രായം കണ്ട് ലൈക്ക് അടിക്കാനും പൊട്ടിച്ചിരിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഹ്യൂമർ സെൻസ് ഉള്ളവന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. കഴിഞ്ഞില്ലേ, ഇനി ഇവര് സിദാനി ഭജൻസ് എന്ന് പറയുന്നത് ഈ ഭജനകളൊക്കെ പാടുന്ന ഒരു ടീംസിനെ ട്രോളുന്ന ഒരു വീഡിയോ ഉണ്ട്. അതും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് ആദ്യം സിദാനി ഭജൻസിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് മല്ലു റാപ്പേഴ്സിന്റെ വെറുപ്പിക്കൽ വീഡിയോ കാണാം. അങ്ങനെ പറഞ്ഞതില് അങ്ങനെയല്ല, നമ്മളൊരു ഡിഫറൻസ് നമ്മൾ കണ്ടത് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. सीतापति रामचंद्र के, राधापति कृष्ण चंद्र के, गौरीपति चंद्र जोड़ के, पवन सुधा हनुमान के, आर्यपुत्र गणानाथ के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के. ये नजिल
ഇതാണ് ആ ഭജന ടീം. എനിക്ക് ഈ ഭജനകളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ അവിടെയും ഇവിടെയും ഒക്കെ ഈ ഭജന ടീംസിനെ കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇവര് നന്ദഗോപാൽ ഭജൻസിനെ കോപ്പി അടിക്കുകയാണെന്ന് കുറെ പേർ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാതെ ക്യൂട്ട്നെസ് വാരി വിതറുന്നു, ഭജനക്കിടയിൽ അനാവശ്യമായി സംസാരിക്കുന്നു, ഭജനയേക്കാൾ കൂടുതൽ സംസാരമാണ്. അങ്ങനെ കുറെ വിമർശനങ്ങളുണ്ട്. ഞാൻ ഇവരുടെ ഭജന നേരിട്ട് കണ്ടിട്ടില്ല, ഇതുപോലുള്ള റീലുകളൊക്കെ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നാലും ഇനി നമുക്ക് മല്ലു റാപ്പർ ഇവരെ ട്രോളുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോ നമ്മുടെ ഭജന തുടങ്ങാൻ പോണേ, ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങൾ ക്യൂട്ട്നെസ് വരുന്ന നമ്മുടെ മെയിൻ പട്ടികയിൽ ഞാൻ രണ്ടാമത്തെ ക്യൂട്ട്നെസ് ഇടുന്ന മെയിൻ രണ്ടാമത്തെ പട്ടികയിൽ തുടങ്ങാം. എന്റെ പൊന്നുമുത്തപ്പ കൈയടിച്ചിരിക്കും പാടാൻ പറ്റില്ല. പാടല്ലേ കൈയടിക്കോ? പൊന്നുമുത്തപ്പ എന്നെയുള്ള കൊട്ടി പാടണ തോറ്റം എന്നെയുള്ള കൊട്ടി പാടണ തോറ്റം ശരി വരുന്നു. ചേട്ടൻ നോക്കിയാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കൈ പൊക്കോ, ഒന്ന് കൈ പൊക്കോ, കൈ വെക്കോ. ഞങ്ങൾ പാട്ടാടുന്നത് പാടോ, പറ്റുവാടോ? നീ പാട്, നീ കുറച്ച് ക്യൂട്ട്നെസ് നീ പാട്ട് പള്ളിക്കെട്ട് ഒന്ന് ഏറ്റ് പാടടോ. പാടകള് പള്ളിക്കെട്ട് ഞങ്ങൾ ഫേവറേറ്റ് പാട്ട് പാടാൻ പോണ്. ഇതാണ് ഞങ്ങള് ഇത്ര ലെവലിൽ എത്തിച്ചത്. പറയരുതേ പൊന്നാടിയും ചെണ്ടുഹാരങ്ങളും മാനണീച്ച് ഞങ്ങളെ പുളകിതരാക്കരുതേ. അഭിപ്രായം ഇങ്ങനെ പോയാൽ മിക്കവാറും പൊന്നാടയും ചെണ്ടുഹാരങ്ങളൊന്നും ആവണമെന്നില്ല. ചീമുട്ട കൊണ്ടുള്ള ഏറായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇമാതിരി ഓരോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണ്ടു നോക്കിക്കൂടെ? കണ്ടാ പിന്നെ നിങ്ങൾക്ക് തന്നെ വെറുത്തു പോകും, അപ്ലോഡ് ചെയ്യാൻ തോന്നൂല. സത്യം പറയാലോ, അമ്മാതിരി വെറുപ്പിക്കലാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഓവർ ആക്കുന്നത്? ഭജന ടീംസ് ക്യൂട്ട്നെസ് ഇട്ട് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ രസകരമായി ട്രോളിക്കൂടെ? ഇതിപ്പോ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അവരെക്കാൾ 100 ഇരട്ടി വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. ഓരോ വേഷം കെട്ടും കൊണ്ട് ഇറങ്ങിക്കോളൂ. ഇതൊക്കെ കണ്ട് ചിരിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. എന്തായാലും ഇവരുടെ ഈ ആഭാസത്തിനും അതിര് കടന്നപ്പോൾ ഇവർക്കെതിരെ അത്യാവശ്യം നല്ല വിമർശനം വരാൻ തുടങ്ങി. അങ്ങനെ വിമർശിക്കുന്നവർക്കുള്ള മറുപടി എന്നും പറഞ്ഞുകൊണ്ട് ഇവര് കുറച്ചു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പല ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ചോദിക്കുന്നു, നിങ്ങൾ എന്ത് വീഡിയോ, എന്ത് മൈലിൻ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോയിൽ എന്താണ് നിങ്ങൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നത്? ഒരു ചോദ്യം പറയുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാരെന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഫോളോവേഴ്സിനാണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറയും. ഓക്കെ, നമ്മൾ നിങ്ങൾ എന്ത് മൈര കാണിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ ഉദാഹരണം ട്രോള് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രോള് വീഡിയോസ് കുറിച്ചിട്ടാണ് നമ്മള് ചെക്കൻ പറയാൻ നോർമൽ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും അറിയാം നല്ല ട്രോളാണ് ചെയ്തോണ്ട്. നല്ല ട്രോളാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയോ? കാണുന്നവർക്കും കൂടി തോന്നണ്ടേ? എന്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചില ട്രോളുകളൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഭൂരിഭാഗം വരുന്ന വീഡിയോകളും അൺസഹിക്കബിൾ ആണ്. ചിലപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവുമെന്നല്ല, ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഹ്യൂമർ സെൻസ് ആണല്ലോ. നിങ്ങളുടെ വളപ്പ് വീഡിയോകളൊക്കെ കണ്ട് ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം. അവരോട് ചിരിക്കാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ട്രോൾ എന്നും പറഞ്ഞ് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഓരോരോ വീഡിയോകൾ പഠിച്ചു വിട്ടാൽ എല്ലാവരും അത് ഒരേ രീതിയിൽ എടുത്തോളണം എന്നില്ല. ബാക്കിയാണ് എന്തായാലും. അതായത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇപ്പൊ നടക്കണ എന്താണോ വിഷയം, ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ആ വിഷയം ഹാസ്യമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നാട് തൃശ്ശൂരാണ്. നമ്മുടെ നാട്ടില് ഒരു ശൈലിയുണ്ട്, പരിഹാസഹാസ്യം. അത് നമ്മുടെ തൃശ്ശൂരുകാരൻ മാത്രം ഒരു മെയിൻ പോയിന്റ് ആണ്, പരിഹാസഹാസ്യം. അപ്പൊ ആ സംഭവം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. പണ്ട് നിങ്ങൾ കാലത്ത് ഉണ്ടാവും ഓട്ടം തുള്ളൽ ഉണ്ടാവും. ഓട്ടം തുള്ളൽ പറയും, ഓട്ടം തുള്ളൽ പലതും പറയും, അതുകൊണ്ട് ആരും പരിഭാവം അരുതേ എന്ന് പറയും. അപ്പൊ സെയിം സാധനം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതെ, പണ്ട് ഓട്ടം തുള്ളലാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു 2026 കാലഘട്ടത്തിൽ അത് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രോൾ എന്നുള്ള രീതിയിൽ ഊക്കറ്റ് പീക്ക് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു ചങ്ങായിമാരെ, നിങ്ങൾ ഈ ചെയ്യുന്ന സബ് സ്റ്റാൻഡേർഡ് വീഡിയോകളൊന്നും ഈ ഓട്ടം തുള്ളലുമായി കമ്പയർ ചെയ്യല്ലേ പ്ലീസ്. ഒരു അപേക്ഷയാണ്. ഓട്ടം തുള്ളലിന്റെ മോഡേൺ വേർഷൻ ആണ് പോലും. കുഞ്ചൻ നമ്പ്യാരത്ത് കേൾക്കണ്ട, നിങ്ങൾ എടുത്തിട്ട് ഉടുത്ത് കളയും ആശാൻ അല്ലേ. ഓട്ടം തുള്ളലിന്റെ മോഡേൺ വേർഷൻ. ചെക്കന്മാരുടെ ഓരോരോ ആശകളെ പറയാൻ നാണം തോന്നുന്നില്ല ഇവന്മാർക്ക്. ഓട്ടം തുള്ളൽ എവിടേക്ക് എടുക്കുന്നു, ഇവന്മാരുടെ കോമാളിത്തരങ്ങൾ എവിടേക്ക് എടുക്കുന്നു. ബാക്കി കണ്ടോക്ക് എന്തായാലും.
അപ്പൊ ഇതാണ് മെയിൻ കണ്ടന്റ്. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ സത്യാവസ്ഥ അറിയില്ല. അതിന് മറുവശം ഉണ്ട്. ആ മറുവശം കാണാണ്ട് ഇവർ കാണിക്കുന്നത് എന്ത് കോമാളിത്തരം ഇവര് ഭയങ്കരമായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം എനിക്ക് വന്നുള്ള കുറച്ച് ചോദ്യത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. കൂടുതൽ നിങ്ങൾ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്തിട്ട് വിമർശിക്കുന്നത്. നിങ്ങൾ സ്ത്രീകൾ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് കാണിക്കുന്നു. നിങ്ങൾ വീട്ടിലെ അമ്മയും പെങ്ങളമാരില്ലേ, അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട് വന്നാൽ ഇതേപോലെയാണ് അവർ കാണിക്കുന്നത് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും സോഷ്യൽ മീഡിയയിൽ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് തുണി വെച്ചിട്ട് ആടാറില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്, ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട്. അങ്ങനത്തെ പെണ്ണുങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ഈ ലൈക്കിന് വേണ്ടി അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളൊക്കെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ട്രോളുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ വീഡിയോകളിൽ കാണുന്നത്. ഒരു ഡാൻസ് ടീച്ചറെ ട്രോളുന്ന വീഡിയോയിൽ ആ ഡാൻസ് കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ എന്ത് വൾഗറായിട്ടാണ് കാണിക്കുന്നത്? ആ ചെറിയ കുട്ടികൾ നിങ്ങൾ ഈ പറഞ്ഞ ലൈക്കിനും ഷെയറിനും വേണ്ടി അഴിഞ്ഞാടുന്നവരാണോ? അല്ലല്ലോ. അവര് മാനം മര്യാദയ്ക്ക് വേദിയിൽ ഡാൻസ് കളിക്കല്ലേ. പിന്നെ എന്ത് കണ്ടിട്ടാണ് അത്രയും മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ അവർ ചിത്രീകരിച്ചത്? ഇതൊക്കെ കണ്ടു തന്നെയാണ് നിന്റെ ഒന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ല എന്ന് ആളുകൾ ചോദിക്കുന്നത്. അല്ലാതെ വെറുതെ ചോദിക്കുന്നതല്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. ഈ മാറും ചാന്തിയും വെച്ച് കെട്ടിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് വെറും ആഭാസത്തരമാണെന്ന് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഒരിക്കലും മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ ഈ വീഡിയോയിൽ ഇനിയും സ്വയം ഇരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. പറഞ്ഞ തന്നെ പിന്നെയും പിന്നെ ഇരുന്ന് പറയാണ് ഞങ്ങൾ ആശയമാണ് ചെയ്യുന്നത്, അത് മനസ്സിലാകാത്തവരാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്നതൊക്കെയാണ് ഇവരുടെ വാദം. തങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിച്ചു വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ട്രോൾ ആണെന്ന് പറഞ്ഞ് ഇവർ ഈ കോമാളിത്തരം കാണിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.